ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു 3 പീസ് സൈഡ് പ്ലീറ്റുള്ള ഒരു കുർത്തി എങ്ങനെ തയ്ക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ക്ലോത്ത് 4ആയിട്ട് മടക്കിയിടാം. നമുക്ക് ലെങ്ത്ത് 44 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 46 ഇഞ്ച് എടുക്കാം. ഷോൾഡർ നമുക്ക് 7 ഇഞ്ചാണ്. അതിൽ നമുക്ക് ഇതിൽ കൂടെ ഫ്രണ്ട് കൂടെ ബാക്കിൽ ജോയിൻ്റ് വരുന്നത് കൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കണം. അങ്ങനെ നമുക്ക് 8 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഹാം ഹോള് 7 ഇഞ്ചാണ്, അത് അടയാളപ്പെടുത്താം. എന്നിട്ട് ബോക്സ് പോലെ വരച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ചെസ്റ്റ് നമുക്ക് 10 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടണം ജോയിൻ്റ് ചെയ്യാൻ. അങ്ങനെ 11 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. നമുക്ക് വേസ്റ്റ് വേണ്ടത് 14.5 ഇഞ്ച് ആണ് വേണ്ടത്. അതിലേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 15.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. നമുക്ക് വേസ്റ്റ് 9.5 ഇഞ്ചിൽ 1 ഇഞ്ച് കൂട്ടിയിട്ട് 10.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് നിന്ന് വേസ്റ്റിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഇന്ന് വേസ്റ്റും വരച്ചെടുക്കുക. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അടുത്ത് 4 ഇഞ്ച് അടയാളപ്പെടുത്താം. നമുക്ക് ജോയിൻ്റ് സെൻറ്ററിൽ ജോയിൻ്റ് വരും താഴെ വരെ. അത് നമ്മൾ വേസ്റ്റിൻ്റെ അടുത്തും നമുക്ക് 4 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്കത് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരച്ചെടുക്കാം. താഴെ നമ്മളെ ക്ലോത്തിൻ്റെ സെൻറ്റർ നമുക്ക് അടയാളപ്പെടുത്താം. എന്നിട്ട് ആ സെൻറ്ററിലേക്ക് ഈ വേസ്റ്റിൻ്റെ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയെത്തുന്ന ആ സെൻട്രൽ ഭാഗത്തേക്ക് വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് പ്ലീറ്റ് ഇടാനുള്ള ഭാഗമാണ്, വേസ്റ്റിൻ്റെ അടുത്തുനിന്ന് എൻഡ് വരെ. അത് നമുക്ക് അങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ നമ്മൾ 4 ഇഞ്ച് സെൻറ്റർ ജോയിൻ ചെയ്യാൻ അടയാളപ്പെടുത്തിയില്ല, അത് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴെ സെൻറ്ററിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് സ്ട്രൈറ്റായിട്ട് വരച്ചെടുക്കാം. ലെങ്ത്ത് 13 ഇഞ്ചാണ് വേണ്ടത്. അതിലേക്ക് 1.5 ഇഞ്ച് കൂട്ടി 14.5 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. എന്നിട്ട് സ്ട്രെയിറ്റായിട്ട് വരച്ചെടുക്കാം. നമുക്ക് 3.5 ഇഞ്ചിലാണ് ഷേപ്പ് അടയാളപ്പെടുത്തേണ്ടത്. അത് അടയാളപ്പെടുത്തി അതിലേക്ക് ഷേപ്പ് വരച്ചെടുക്കുക. നമുക്ക് താഴെ 5.5 ഇഞ്ചാണ് സ്ലീവ്, പിന്നെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്താം. എന്നിട്ട് അങ്ങോട്ട് ക്രോസാക്കി വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. 6 പീസായിട്ടാണ് നമുക്ക് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ സൈഡിലെ പ്ലീറ്റ് ഇട്ടിട്ട് അടിക്കണം 2 ഭാഗത്തും. അത് നമുക്കിങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. സെൻറ്ററത്തതും അങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതാ 2 സൈഡും പ്ലീറ്റ് ഇട്ടിട്ടും സെൻറ്റർ വെറുതെയും അടിച്ചെടുത്ത് വന്നത്. ഇനി നമുക്കിത് 3ഉം കൂടെ ഒറ്റ പീസാക്കി ജോയിൻ ചെയ്തെടുക്കണം. അത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് നടുവിൽ കൂടെ ഒരു ലൈസും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനത്തെ ഒരു ലൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് 1/2 ഇഞ്ചിൽ നമുക്ക് താഴെ വരെ അടിച്ചെടുക്കാം. അതേപോലെ
മറ്റേ സൈഡിലും. ബാക്കിലെ പീസ് നമുക്ക് വെറുതെ ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക. അടിച്ചു കഴിഞ്ഞാൽ അടിഭാഗം ഇങ്ങനെ ഉണ്ടാവും. ബാക്ക് പീസ് നമ്മൾ വെറുതെ എല്ലാ പീസും ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്ത് ലേസ് വെച്ചിട്ടില്ല, അല്ലാതെ ജോയിൻ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് നെക്കാണ് അടിക്കേണ്ടത്. നമ്മൾ ക്യാൻവാസിലാണ് നെക്ക് ചെയ്തത്. 3.5 ഇഞ്ച് വിഡ്ത്തും 5.5 ഇഞ്ച് ലെങ്ത്തുമാണ്. ബാക്ക് 3 ഇഞ്ചാണ് ലെങ്ത്ത് വെച്ചത്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വെച്ചിട്ട് സെൻറ്റർ ഇടപെടുത്തി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. അതേപോലെ ബാക്ക് നെക്കും അടിച്ചെടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നെക്ക് അടിച്ച് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത് ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ലേസ് വെച്ച് അടിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് രണ്ട് അറ്റാച്ച് ചെയ്ത് ഷേപ്പ് ചെയ്ത് താഴെ മടക്കി അടിച്ചാൽ നമ്മൾ സ്റ്റിച്ചിങ് കഴിയും. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് നമ്മളുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബായ്.